ഹരിനാരായണ. പൊന്നലങ്കാരങ്ങൾ മിന്നിത്തിളങ്ങുന്ന ശ്രീപത്മനാഭന്റെ മുന്നിലെത്തി. സത്യസനാതന ധർമ്മ വിചാരങ്ങൾ ഇന്നെന്റെ ഉള്ളിലായി പീലി നിർത്തി. പത്മനാഭ നീലവർണ്ണ മനോഹര പ്രാർത്ഥനാ പുഷ്പങ്ങൾ കാഴ്ചവെക്കാം. പത്മതീർത്ഥക്കരയിൽ വാഴും മുരാന്തക കീർത്തനം കൊണ്ടു ഞാൻ മാല ചാർത്താം. ദ്വാരപാലന്മാരു കാവലായുള്ളൊരു കോവിലിൻ 3 കവാടങ്ങളിൽ സൃഷ്ടിസ്ഥിതിലയ സംഹാരമൂർത്തികൾ നൽകും ഈ ദർശനം. അനിലൻ തിരുനാൾക്ക് മാതാലവുണ്ട്, മഹാരാജാവുണ്ട്. ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് വഴി ചരിത്രത്തിൽ അവരുടേതായ സ്ഥാനം അടയാളപ്പെടുത്തി. അതാണ് തിരുവിതാംകൂർ ചരിത്രത്തിന്റെ പ്രത്യേകത. തിരുവിതാംകൂർ ചരിത്രം മനസ്സിലാക്കുന്നവർക്കും തിരുവിതാംകൂർ രാജഭരണത്തെ കുറിച്ച് മനസ്സിലാക്കുന്നവർക്കും ഇന്ന് കാണുന്ന എല്ലാതരം പരിഷ്കാരങ്ങൾക്കും പുരോഗതിക്കും തുടക്കം കുറിച്ചത് മുൻകാലങ്ങളിലെ ഭരണാധികാരികളായി. കലയെ എല്ലാം വിശദമായി പറയാനുള്ള അവസരം വേണ്ടിയത് കലയെ പ്രോത്സാഹിപ്പിച്ച സ്വാമിനാഥ മഹാരാജാവ് ഇന്ന് കാണുന്ന എല്ലാ പരിഷ്കാരങ്ങൾക്കും നമ്മുടെ തൊട്ടടുത്ത മരുതൻകുഴിയിലെ കൊച്ചാർ ഉൾപ്പെടെ ഏറ്റവും അടുത്ത നമുക്ക് പറയാവുന്ന ഉദാഹരണമാണ് കൊച്ചാർ. പണ്ട് ഞാനൊക്കെ കണ്ടിരുന്ന ഒരാളാണ് കൊച്ചാർ. ആ കൊച്ചാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം കിളിയാറിൽ നിന്ന് കൊണ്ടുപോകുന്നതിനുള്ള രീതിയായിരുന്നു. ഇത് കൊച്ചാർ റോഡിൽ മാത്രമേ പേരുള്ളൂ, അതൊക്കെ മൺമറഞ്ഞു പോയി. അതുപോലെ തന്നെ നിരവധി ഭരണപരിഷ്കാരങ്ങൾ കൊണ്ട് ഇന്ന് ജനാധിപത്യത്തിന്റെ ഉത്സവം നടക്കുന്ന സമയമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന് ആ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് ജനങ്ങൾക്കും ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമൂലം പ്രജാസഭ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്തുണ്ടായി. അതുപോലെ തന്നെ വെല്ലിംഗ്ടൺ മോട്ടോർ വർക്ക്സ്, ഇന്ന് കാണുന്ന എല്ലാ ഭരണപരിഷ്കാരങ്ങളും ഔട്ടർ തിരുനാൾ ആശുപത്രി, ഇത് തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന എല്ലാ പരിഷ്കാരങ്ങൾക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, കോടതി രംഗത്തെ പരിഷ്കാരങ്ങൾ, ഇതെല്ലാം തുടക്കം കുറിച്ചതായി പ്രജാപക്ഷത്തു നിന്ന് നിർമ്മിക്കുന്ന പ്രജാക്ഷേമ തൽപരരായ ഭരണാധികാരികൾ രാജഭരണം മാറിയിട്ടും രാജവാഴ്ചയോടും അത് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് ആറാട്ട്. അത് കഴിഞ്ഞാൽ പൂജപ്പുര, ഇതെല്ലാം രാജവാഴ്ചയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളാണ്. ഇന്നും അതിന്റെ പ്രൗഢിയോടുകൂടി ഗംഭീരത്തോടുകൂടി നടക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരു തലമുറയിൽപ്പെട്ട ഒരു അംഗത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഔപചാരികരുടെ പേരിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ആദരണീയനായ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ പി സി രാജേന്ദ്രൻ നായർ സാർ അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ മാതൃസമിതിയിലെ അംഗങ്ങളും കാര്യവത്തിലെ അംഗങ്ങളും ഒക്കെ എഴുതിയ മനോഹരമായ പുസ്തകം അർച്ചനാ പുഷ്പങ്ങൾ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. മാതൃസമിതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. മറ്റ് ഈ പ്രദേശത്തെ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ ഉയർന്ന ഒരു സാംസ്കാരികത സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വേദപഠനം, ഗീതാപാരായണം, നാമജപങ്ങൾ, അത് ലളിത സഹസ്രനാമപഠനം, ഇവയെല്ലാം പഠന ക്ലാസുകളും പാരായണങ്ങളും ഒക്കെ നടത്തുന്ന ഒരു വേദിയാണ് നമ്മുടെ നാട്ടിൽ. വളരെ മറ്റേത് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ പ്രദേശത്ത് നോക്കിയാലും സാംസ്കാരിക തലത്തിൽ വളരെയധികം ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ് നമ്മുടെ ക്ഷേത്രം. അതുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തെ അവരുടെ അംഗങ്ങൾ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. അതിലെ എഴുതിയിട്ടുള്ള എല്ലാ കലാകാരന്മാരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇത് ഇന്ന് ഔപചാരികമായി പ്രകാശനം ചെയ്യാനെത്തിയ തിരുവിതാംകൂറിലെ രാജകുടുംബം പ്രിൻസ് ഔട്ടൻ തിരുനാൾ ആദിത്യവർമ്മ അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ എല്ലാ മാർഗദർശിയായി ക്ഷേത്രത്തിൽ
കാര്യങ്ങൾ നോക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ പ്രായോഗിക നമ്മുടെ ക്ഷേത്രത്തിന് സ്ഥലപരിമിതിയുണ്ട്. ആ സ്ഥലപരിമിതിക്ക് തന്നെ കൊണ്ട് പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്താനും നമുക്ക് ഉപദേശം തരികയും ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കുന്ന നമ്മുടെ ക്ഷേത്ര തന്ത്രി അദ്ദേഹത്തെ ബ്രഹ്മശ്രീ അക്കിത്ത മംഗലത്ത് പടം കണ്ടത് ചന്ദ്രമോഹന്റെ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയകരിമാരായ സഹോദരിമാർ, മാതൃസമിതി അംഗങ്ങൾ, വനിതാ സമാജ അംഗങ്ങൾ, കരയോഗ അംഗങ്ങൾ, കരയോഗ ഭരണസമിതി അംഗങ്ങൾ, ബാലസമാജ അംഗങ്ങൾ എല്ലാവരെയും ഈ കരയോഗത്തിന്റെ ഈ ഇന്നത്തെ മഹനീയമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷേത്രം പ്രസിഡന്റ് ആദരണീയനായ ശ്രീ ടി വി രാജേന്ദ്രൻ നായരെ ക്ഷണിച്ചു. വിശിഷ്ട സദസ്സി നമസ്കാരം. ശ്രീഭക്തനാമദാസ പരമ്പരയിലെ ഇന്നത്തെ പ്രതിനിധിയാണ് നമുക്ക് അനുഗ്രഹവർഷം ചെയ്യുവാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആറ്റിക്കോണം ദേവീക്ഷേത്ര മാതൃസമിതി അംഗങ്ങൾ, കരയോഗത്തിലെ ചില അംഗങ്ങൾ എന്നിവർ രചിച്ച അർച്ചനാപുഷ്പങ്ങൾ എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത്. ശ്രീ അഭിഷം പെരുന്നാൾ ആദിത്യവർമ്മ തമ്പുരാൻ ശ്രീപത്മനാഭദാസ പരമ്പരയിൽപ്പെട്ടയാളാണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ ആദ്യകാലത്ത് രാജഭരണം ഉറപ്പിച്ച സമയത്ത്, തിരുവിതാംകൂറായി മാറിയ സമയത്ത് ഹിരണ്യഗർഭത്തിൽ കൂടിയാണ് അനിഴ തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യഭാരം എടുത്തത്. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്വർണ്ണപാത്രം നിറച്ച് 10 അടി ഉയരമുള്ള സ്വർണ്ണപാത്രത്തിൽ അരഭാഗം തീർത്ഥങ്ങളെല്ലാം നിറച്ച്, പഞ്ചഗവ്യം നിറച്ച് ഒരു ഗോവേണി വഴി അതിലിറങ്ങി 5 തവണ ഭൂമി നിവർന്ന് വന്നിട്ടാണ് ഹിരണ്യഗർഭത്തിൽ പുറത്തു വരുന്നത്. പിന്നീടാണ് രാജ്യഭാരം എടുക്കുന്നത്. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം. ഇങ്ങനെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പൊന്നു തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട മറ്റു പല ആളുകളും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ രാജാവായിരുന്ന ശ്രീ ബാലരാമവർമ്മ മഹാരാജാവ് അന്നത്തെ, കൃത്യമായി പറഞ്ഞാൽ ഇതിന്റെ ഭാര്യത്തെ ചെലവുകൾ നടത്താനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചതുകൊണ്ടോ ഹിരണ്യഗർഭം എന്ന ആചാരം നടത്തിയിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ശ്രീപത്മനാഭദാസന്മാരായി കലാസംസ്കാര കാര്യങ്ങൾ പ്രചരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചും തിരുവിതാംകൂറിലെ ജനതയ്ക്ക് മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. എല്ലാ പ്രജകൾക്കും പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളുമായിരുന്നു അങ്ങനെ രാജാക്കന്മാർ. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ അമ്മ സേതു ലക്ഷ്മിഭായി തമ്പുരാട്ടി, അതിനുശേഷം ഏജന്റ് റാണിയായി വന്ന സേതു പാർവതിഭായി തമ്പുരാട്ടി എന്നിവരെല്ലാം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും പ്രൈമറി വിദ്യാഭ്യാസം നിർബന്ധിതമാക്കുകയും ഫ്രീയാക്കുകയും ചെയ്ത പുരോഗമനകാരിയായ ഭരണകർത്താവായിരുന്നു. ശ്രീ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ സ്വാതി തിരുനാളിന്റെ സ്ഥാനം വളരെ അധികം പ്രാഗൽഭ്യമേറിയതാണ്. ഇന്ന് കാണുന്ന നക്ഷത്ര ബംഗ്ലാവ്, ആട്ടുബംഗ്ലാവ് എന്നുവേണ്ട ആ കാലത്ത് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ പരിഷ്കാരങ്ങളും അദ്ദേഹം നടത്തിക്കഴിഞ്ഞു. ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയത് പോലും അദ്ദേഹമാണ്. ശ്രീപത്മനാഭദാസൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ റിസർവ് ബാങ്ക് ചെയ്യുന്ന പോലെ ഒരു കരുതൽ ശേഖരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ
തിരുവിതാംകൂറുകാരുടെ ക്ഷേമത്തിന് വേണ്ടി കരുതി വെച്ച രാജാക്കന്മാരായിരുന്നു അവർ. ഇന്ന് വളരെയധികം ആളുകൾ കണ്ടുനട്ടിരിക്കുന്ന നിധി ശേഖരം തന്നെ അതിലുണ്ട്. ക്ഷാമകാലത്ത് തിരുവിതാംകൂറിലെ പ്രജകൾ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി അതിൽ നിന്ന് ദ്രവ്യം എടുത്ത് ചെലവഴിച്ച് അവർക്ക് വേണ്ടി ക്ഷേമകാര്യങ്ങൾ നടത്തുകയും അതിനുശേഷം ഇത് റീപ്ലനിഷ് ചെയ്യുക, തിരിച്ചു വയ്ക്കുകയും ചെയ്ത രാജാക്കന്മാരാണ് എന്നുള്ളത്. അതേസമയം മറ്റ് രാജ്യങ്ങൾ അവരെ ചെയ്തിരുന്നത് പോലെയല്ല ഇവിടെ നടന്നത്. ആർഭാട ജീവിതം നയിക്കുന്നതിനും സ്വകാര്യ ചെലവുകൾ വഹിക്കുന്നതിനും വേണ്ടിയാണ് രാജ്യത്തിന്റെ സ്വത്ത് പല രാജ്യങ്ങളിലും കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ തിരുവിതാംകൂർ രാജാക്കന്മാർ വളരെയധികം നിഷ്കർഷയോടും പ്രജാക്ഷേമ താല്പര്യത്തോടും കൂടി കാര്യങ്ങൾ നടത്തുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ നിധിശേഖരം. ഇന്ന് റിസർവ് ബാങ്കുകളൊക്കെ ചെയ്യുന്ന പോലെ സ്വർണ്ണശേഖരം നടത്തി വയ്ക്കുന്ന സ്വഭാവം അന്നേ തിരുവിതാംകൂർ രാജാക്കന്മാർ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് കാണുന്ന പല പുരോഗതികളുടെയും ഉറവിടം തുടക്കം ശ്രീ ബാലരാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് തുടങ്ങിയതാണ്. വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി, വ്യവസായങ്ങൾ, ഇലക്ട്രിസിറ്റി എന്നുവേണ്ട ഇന്ന് കാണുന്ന സകല പുരോഗമന കാര്യങ്ങളുടെയും ഉറവിടം അവിടമാണ്. ഇങ്ങനെയുള്ള രാജകുടുംബത്തിലെ ഒരംഗം തന്നെ ഇന്ന് ഇവിടെ വന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്നതാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. ഈ ക്ഷേത്രം ഇത്രയധികം പുരോഗമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രതന്ത്രിയായി ഇരിക്കുന്ന ശ്രീ ബ്രഹ്മശ്രീ അക്കിത്തമംഗലത്തുമണ്ഡലം കണ്ഠന്റെ